Hello my dears, how are you? We are here again with another chemistry class. Okay, once again hearty welcome to one and all to the new chemistry class. Today we are going to discuss something very interesting. You know which is our new topic? You may be knowing it is one of the important branches of chemistry. And we are very much using that branch of chemistry in our daily life. You know? Can you guess? Yes, exactly. It is our organic chemistry. Another speciality of this branch of chemistry is that among the 118 elements of our periodic table, only one element plays major role in this branch. Which is that element? Can you tell? Okay, someone is saying the answer. Loudly, I can hear from you. Yes, it is our carbon. See that? എന്താ ചോദിക്കുന്നത്? എന്താ ഇത്ര വലിപ്പം എന്നോ? ഓക്കെ, ആ വലിപ്പത്തിനോളം പ്രാധാന്യം ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിനുണ്ട്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ബാക്കി ഉള്ള എലമെൻസിനേക്കാളും പ്രത്യേകതകൾ കാർബണിന് വരാനുള്ള കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാർബണിന് ഇങ്ങനെ സ്വന്തമായി ഒരു കെമിസ്ട്രി ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്? പഠിച്ചിട്ടുണ്ടല്ലേ? ഓ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസിൽ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ശരിയാണ്, വെരി ഗുഡ്. എന്താണത്? നമുക്ക് നോക്കാം. ഓക്കെ, കാർബൺ ഈസ് ടെട്രാവാലൻറ്റ്. എന്താ കാർബണിൻ്റെ ടെട്രാവാലൻസിക്ക് കാരണം? കാർബൺ ബിലോങ്സ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ? ഓക്കെ, റൈറ്റ്, 14th group. So its valence electrons are 4. See that picture you see? 4 lines we are drawing. What is that lines indicate? Yes, it is 4 covalent bonds. It may be single bonds or double or triple bonds. എന്ത് തരം ബോണ്ടുകൾ കാർബണിന് ചുറ്റും വരച്ചാലും ടോട്ടൽ എത്രയേ വരാവൂ? 4 ബോണ്ടുകൾ മാത്രമേ വരാവൂ. സോ ഈ 4 എന്ന് പറയുന്ന ടെട്രാവാലൻസിയാണ് കാർബണിൻ്റെ യുണീക്ക്നെസ്. ഓർഗാനിക് കെമിസ്ട്രി ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ കാർബണിന് സ്വന്തമായ ഒരു കെമിസ്ട്രി ഉണ്ടാകാനുള്ള കാരണം ഈ ടെട്രാവാലൻസിയാണ്. നോക്കൂ, ചിത്രത്തിൽ ടെട്രാവാലൻസി അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ. ടെട്രാഹെഡ്രലാണ് ഷേപ്പ്. Bond angle is 109.5 degree. Okay. What is the second property of carbon? Yes, exactly. It is catenation. What is catenation? See that picture. Tendency of carbon to form chains and rings of compounds. So, thus carbon can form innumerous number of compounds which makes organic chemistry a separate branch. Okay. വേറെ ആരോ എന്തോ സംശയം ചോദിക്കുന്നുണ്ടല്ലോ അവിടെ. എന്താണത്? ഇനോർഗാനിക് കെമിസ്ട്രിയോ? ഓക്കെ, അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലേ, അതിൽ കാർബൺ ഇല്ലേ? തീർച്ചയായും അതിലും കാർബൺ ഉണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ മറ്റ് എലമെൻറ്റ്സ് ഉണ്ടാക്കുന്ന പോലുള്ള കോമ്പൗണ്ട്സ് മാത്രമേ ആരും ഉണ്ടാക്കുന്നുള്ളൂ? കാർബണും ഉണ്ടാക്കുന്നുള്ളൂ. പറയാമോ ചില എക്സാമ്പിൾസ്? ശരിയാണ്, സോഡിയം കാർബണേറ്റ്, ദെൻ കാൽഷ്യം കാർബണേറ്റ്, നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബോണിക് ആസിഡ് എക്സെട്ര. അതെല്ലാം കാർബണിൻ്റെ ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ടീച്ചർ ഓർഗാനിക് കെമിസ്ട്രിയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു സംഗതിയുമായി താരതമ്യം ചെയ്യുകയാണ്. ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, നമുക്കെല്ലാം സിനിമ കാണാൻ ഇഷ്ടമാണല്ലേ? ഇപ്പോൾ നിങ്ങളുടെ സിനിമ കാണലൊക്കെ വീട്ടിലായിരിക്കുമല്ലോ അല്ലേ? തിയേറ്ററുകളിലൊന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യം. ഓൺലൈനായാണ് സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് നമ്മളൊരു സിനിമ ചൂസ് ചെയ്യുന്നത്? ആരോ ഉത്തരം പറഞ്ഞല്ലോ. ശരിയാണ്, നമ്മൾ ഹീറോ ആരെന്ന് നോക്കുമല്ലേ? അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയെ നമ്മളൊരു സിനിമയുമായി കമ്പയർ ചെയ്താൽ തീർച്ചയായും അവിടുത്തെ ഹീറോ ആര് തന്നെയാണ്? കാർബൺ തന്നെയാണല്ലേ? നമ്മൾ കണ്ടതാണത്. അപ്പോൾ കാർബണിൻ്റെ കൂടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒട്ടുമിക്ക കോമ്പൗണ്ടുകളിലും വരുന്ന മറ്റൊരു എലമെൻ്റ് കൂടിയുണ്ട്. ഏതുപോലെ? നമുക്ക് സിനിമയിൽ
ഹീറോയ്ക്കൊപ്പം ആരെ കൂടുതൽ കാണാനാണ് ഇഷ്ടം? ആരെ കാണാനാണ് ഇഷ്ടം? എന്താണ്? വില്ലനോ? അമ്മ കഥാപാത്രം? അച്ഛൻ? ഓ, അത് ആരാ പറഞ്ഞു? ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ. എന്നാൽ ടീച്ചർക്ക് ഇഷ്ടം സിനിമയിലെ ഹീറോയ്ക്കൊപ്പം ഹീറോയിനുള്ള സീനുകൾ കാണാനാണ്. എത്ര പേര് ടീച്ചറുടെ കൂടെ യോജിക്കുന്നു? 1 2 3 4. ഓ, കുറേ പേരുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമുക്കൊരു സമവായത്തിലെത്താം. നമ്മൾ കമ്പയർ ചെയ്യുന്ന സിനിമ ഹീറോയ്ക്കൊപ്പം ഹീറോയിൻ കൂടുതലായിട്ടുള്ളതാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ. സിനിമയിൽ ഹീറോ ആയ കാർബണിനൊപ്പം ഹീറോയിൻ റോളിൽ ആരായിരിക്കും ഉണ്ടാവുക? ഒന്ന് ഗസ് ചെയ്ത് പറയുമോ? ശരിയാണ്. ആരാണത്? ഹൈഡ്രജൻ ആണല്ലേ. അവർ രണ്ടുപേരും ചേർന്ന് ഒരു കൂട്ടം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അറിയാമോ നിങ്ങൾക്കത് ആരെന്ന്? അതും ഫസ്റ്റ് ഇയറിൽ പഠിച്ചല്ലേ? എന്താണത്? ഓ, വെരി ഗുഡ്. ആരാണ് ഉത്തരം പറഞ്ഞത്? ഹൈഡ്രോ കാർബൺസ്. വെരി ഗുഡ്. ഓർഗാനിക് കെമിസ്ട്രിയുടെ പാരൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ആര്? ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് 2 പ്രത്യേക വിഭാഗത്തിലുണ്ടെന്നൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടല്ലേ? അലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്നും അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ മേജർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളൊക്കെ സഹ റോളുകളിൽ വരുന്നവരാണല്ലേ? ഓർഗാനിക് കെമിസ്ട്രിയിൽ അങ്ങനത്തെ എലമെൻറ്റ്സ് ഉണ്ടോ? നമുക്ക് നോക്കാം. നിങ്ങളിത് കണ്ടോ? ആരൊക്കെയാണത്? ഹാലോജൻസ് വരാം, ദെൻ ഓക്സിജൻ വരാം. ഹാലോജൻസ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ശരിയല്ലേ? പിന്നെ ആര് വരാം? ഓക്സിജൻ, ദെൻ നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയെ സിനിമയുമായി കമ്പയർ ചെയ്തപ്പോൾ സഹനടൻ റോളുകളിൽ വരുന്ന ആൾക്കാരെ പോലെ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഭാഗമായി വരുന്ന മറ്റ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് നോക്കൂ, എങ്ങനെയാണ് ഈ പറഞ്ഞ എലമെൻറ്റ്സ് നമ്മുടെ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന മേജർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിൽ ചേർന്ന് നമുക്ക് മറ്റ് തരം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്താണത്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. വാട്ട് ആർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്? ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് which when attached to the hydrocarbon part, ശരിയല്ലേ, corresponding organic compounds are formed. നോക്കൂ ചിത്രത്തിൽ നിങ്ങൾ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ കാണുന്നത്? എക്സ് ഫോർ ഹാലോജൻസ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നു അല്ലേ? എന്തൊക്കെ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് അവിടെ പഠിച്ചത് നിങ്ങൾ? ഹാലോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഓക്കെ. ഇനി നോക്കൂ, അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? COOH. OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, COOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, CO കീറ്റോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമുക്ക് ജനറലി കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയാം. ആൽഡിഹൈഡ് ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, ഈഥർ ഗ്രൂപ്പ്. ഇനി അതിൻ്റെ താഴെയായിട്ട് നോക്കൂ, ഒരു R എന്നും ഒരു ബെൻസീൻ റിങ്ങും കണ്ടോ? അതാണ് ശരിക്കും നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ആൽക്കൈൽ ആൻഡ് അരൈൽ പാർട്സ്. അപ്പോൾ ഇതിലേത് ഭാഗത്തിലാണോ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ട് മാറും. അപ്പോൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന മേജർ പാരൻ്റൽ റോൾ വഹിക്കുന്ന കോമ്പൗണ്ട്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെടുമ്പോൾ എന്തൊക്കെ തരം കോമ്പൗണ്ട്സ് ഉണ്ടാകും എന്നാണ് നിങ്ങൾ ഈ കാണുന്നത്? എന്തൊക്കെയാണത്? ഹാലോ കോമ്പൗണ്ട്സ്, ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, അമീൻസ്, നൈട്രോ കോമ്പൗണ്ട്സ്, ഓർഗാനോ ഫോസ്ഫറസ്, ഓർഗാനോ സൾഫർ മുതലായ കോമ്പൗണ്ടുകളെല്ലാം നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ്. ഓക്കെ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ഹൈഡ്രോകാർബൺ പാർട്ടിൽ അല്ലെങ്കിൽ ആൽക്കൈൽ അരൈൽ പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്? നോക്കൂ, ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ 11 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. അപ്പോൾ നോട്ട്സൊക്കെ കുറിക്കാൻ ബുക്കും പേനയും ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്താണ് ഇവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്? അപ്പോൾ ആൽക്കഹോളിനും ഫിനോളിനും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പേര് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, സിമ്പൽ OH. കണ്ടല്ലോ. ഇനി ഈതറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്
O ആണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൽക്കൈൽ പാർട്ടിൽ R പാർട്ടിൽ ആണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ corresponding alcohols will be formed, and if the hydroxyl part is attaching to the aromatic ring, if it is to benzene, the compound is phenol. Then see what is ether group. O ആണല്ലേ. എന്താ ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ OHുമായുള്ള വ്യത്യാസം? രണ്ട് അറ്റാച്ചിങ് സൈറ്റ്സ് ഉണ്ട്. സോ either 2 alkyl groups or 1 alkyl and 1 aryl group or 2 aryl groups either ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്യുന്നത്. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ ഇവരെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ആൽക്കഹോൾസിനെയും ഫിനോൾസിനെയും അവരുടെ OH ഗ്രൂപ്പിൻ്റെ എണ്ണം വെച്ച് നമുക്കൊരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മോണോഹൈഡ്രിക് എന്നും ഡൈഹൈഡ്രിക് എന്നും ട്രൈഹൈഡ്രിക് എന്നും. എന്തായിരിക്കും? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ മോണോഹൈഡ്രിക് എന്ന് പറയും. 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ ഡൈഹൈഡ്രിക് എന്ന് പറയും. 3 ആണെങ്കിൽ ട്രൈഹൈഡ്രിക്. ഓക്കെ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കൂ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെ അനുസരിച്ചാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി. എന്താ പ്രൈമറി എന്ന് നോക്കൂ. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു sp3 കാർബൺ ആണ് എങ്കിൽ അതിനെ എന്തെന്ന് പറയും? പ്രൈമറി കാർബൺ. ഇനി ഇതേ sp3 കാർബൺ തന്നെ മറ്റൊരു കാർബണുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാർബണുകളുമായിട്ടൊന്നും തന്നെയോ അറ്റാച്ച് ചെയ്യാതിരുന്നാൽ ആണ് പ്രൈമറി വിഭാഗത്തിൽ പെടുന്നത്. ഇനി മറ്റ് 2 കാർബണുകളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ആൽക്കഹോൾ ഈസ് സെക്കൻഡറി ആൽക്കഹോൾ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് വിത്ത് 3 other carbons, if the functional group OH is attaching to the carbon which is attached to 3 other carbons, it is known as tertiary alcohol or tertiary compound. അടുത്ത ക്ലാസിഫിക്കേഷൻ അലൈലിക് ആൽക്കഹോൾ എന്നാണ്. നോക്കൂ, അലൈലിക്കിൽ എന്താ പ്രത്യേകത? the functional group attaching carbon is attached to a carbon which is attached to a double bonded carbon. Then it is known as allylic alcohol. ഇനി എന്താ ബെൻസിലിക് ആൽക്കഹോൾ? ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ബെൻസീൻ റിങ്ങുമായാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ബെൻസിലിക് ആൽക്കഹോൾ. അടുത്ത് നോക്കൂ, വിനൈലിക് ആൽക്കഹോൾ. എന്താണത്? if the functional group is attached to a double bonded carbon ആണെങ്കിൽ it is known as vinylic. ഇനി നോക്കൂ, ഫിനോൾസിലും അങ്ങനെയാണല്ലേ. ഫിനോൾസിലും ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ഡബിൾ ബോണ്ടഡ് കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈതേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാലോ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പിന് 2 അറ്റാച്ചിങ് സൈറ്റാണുള്ളത്. So, if both sides are having same alkyl groups, it is simple or symmetric. See that the alkyl groups are C2H5, the compound is C2H5O C2H5. Diethyl ether. ഇനി നോക്കൂ, if it is attached to 2 different alkyl groups, if the ether group is attached to 2 different alkyl groups on either side, it is known as mixed or unsymmetrical ether. നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററുകൾക്കെല്ലാം ഒരു ജനറൽ ട്രെൻഡ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ മറ്റ് ഘടകങ്ങളെ കാര്യങ്ങളൊക്കെ പറയുന്നു. ദെൻ നോമൻക്ലേച്ചർ, നെക്സ്റ്റ് ഈസ് നോമൻക്ലേച്ചർ നെയിമിംഗ്, ദെൻ പ്രിപ്പറേഷൻ, പിന്നെ വരുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ കൊമേഴ്സ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോമ്പൗണ്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോമൻക്ലേച്ചർ നോക്കാം. ആൽക്കഹോൾസിനെ നെയിം ചെയ്യുന്നത് ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെയും പോലെ തന്നെ 2 വ്യത്യസ്ത രീതികളുണ്ടാവും. കോമൺ നെയിം എന്നും IUPAC നെയിം എന്നും. കോമൺ നെയിം ആൽക്കഹോളിന് ആൽക്കൈൽ ആൽക്കഹോൾ. എക്സാമ്പിൾ ഇപ്പോൾ CH3OH ആണെങ്കിൽ ഇറ്റ് ഈസ് നെയിംഡ് ആസ്, സീ ദാറ്റ് CH3OH ആണെങ്കിൽ ഇറ്റ് ഈസ് നെയിംഡ് ആസ് മീഥൈൽ ആൽക്കഹോൾ. ഇനി IUPAC നെയിം പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് IUPAC റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ആ റൂൾസൊക്കെ തന്നെ ഇവിടെയും ഒബേ ചെയ്യുന്നതാണ്. അപ്പോൾ പാരൻ്റൽ ഹൈഡ്രോകാർബൺ ഏതാണോ അതിൻ്റെ ആൽക്കൈൻ മാറ്റി, ആൽക്കൈൻ എന്നുള്ളതിലെ മാറ്റി അവിടെ OL ചേർക്കും. ആൽക്കനോൾസ് എന്നാണ് നെയിം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് CH3OH
the alkane is methane. So, by replacing E, it will become methanol. ഇനി ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന കോമൺ നെയിമുള്ള കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം നോക്കൂ, പ്രൊപ്പാൻ 2-ol. അപ്പോൾ ആ ടേബിളിൽ ബാക്കിയുള്ള ആൽക്കഹോൾസിൻ്റെ ഒക്കെ തന്നെ നെയിം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഫിനോൾസിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഓക്കെ, ഫിനോൾസിന് കോമൺ നെയിമും IUPAC നെയിമും ഫിനോൾ എന്ന് തന്നെയാണ്. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് to the right position of the functional group a CH3 group is coming, it is cresol. And if it is just to the right position, functional ഗ്രൂപ്പിന് ജസ്റ്റ് റൈറ്റും ലെഫ്റ്റുമായിട്ടുള്ള പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനെ 1 എന്ന നമ്പർ കൊടുത്താൽ 2 and 6 പൊസിഷൻസ് ആർ ഓർത്തോ പൊസിഷൻസ്, റെപ്രസെൻറ്റഡ് ആസ് O എന്ന് പ്രീഫിക്സ് ചെയ്യും. 3 and 5 പൊസിഷൻസ് ആർ മെറ്റാ പൊസിഷൻ ആൻഡ് ദ 4th പൊസിഷൻ ഈസ് പാരാ പൊസിഷൻ. അപ്പോൾ OMP, ഓർത്തോ മെറ്റാ പാരാ, സിമ്പലുകൾ പ്രീഫിക്സ് ചെയ്യുന്നു. ആ ലെറ്റേഴ്സ് OMP എന്നീ ലെറ്റേഴ്സ് പ്രീഫിക്സ് ചെയ്താണ് നമ്മൾ അവരുടെ പേര് പറയും. അപ്പോൾ മറ്റൊരു തരത്തിലും നെയിം IUPAC നെയിം ചെയ്യാം, നമ്പർ കൊടുത്തിട്ട്. ഇപ്പോൾ ഓർത്തോ ക്രെസോൾ എന്നുള്ളതിനെ 2-methyl phenol എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈതേഴ്സിൻ്റെ നെയിമിംഗ് നോക്കിയാലോ. അപ്പോൾ അവിടെ ടേബിളിൽ കുറേ ഈതേഴ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഈതേഴ്സിനെ നെയിം ചെയ്യുന്നത് ആൽക്കോക്സി ആൽക്കെയിൻസ് എന്നാണ്. അപ്പോൾ അതിൽ അവിടെ ലാർജർ ആൽക്കെയിൻസ് വിൽ ബി ടേക്കൺ ആസ് ദ പാരൻറ്റ്. നോക്കൂ, ഇപ്പോൾ C2H5 O C2H5 എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ഡൈഇഥൈൽ ഈഥർ. എന്നാൽ CH3O CH2 എന്നാണെങ്കിൽ എങ്ങനെ പേര് പറയും? പാരൻ്റായിട്ട് ലാർജർ ഹൈഡ്രോ കാർബണായ പ്രൊപ്പൈനെയാണ് എടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 1-methoxy propane. അങ്ങനെ നമുക്ക് ഈതേഴ്സിനെയും നെയിം ചെയ്യാം. റൈറ്റ്, ഇനി നമുക്ക് ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയാലോ. ചിത്രത്തിലുണ്ട്, നോക്കൂ. ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഈസ് അറ്റാച്ച്ഡ് ടു ദ ആൽക്കൈൽ പാർട്ട് ത്രൂ എ സിഗ്മ ബോണ്ട്. ബോണ്ട് ആംഗിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷനാണ് നോക്കാനുള്ളത്. ഓക്കെ, alcohols are prepared by different methods. First one from alkenes by catalytic hydration. നോക്കൂ, നമുക്കറിയാം ആൽക്കീൻസ് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആണ്. അവിടെ H2O മോളിക്യൂൾ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആൽക്കഹോൾ വിൽ ബി ഫോംഡ്. ചിത്രത്തിലുണ്ട്, നോക്കുമല്ലോ. ഇനി ഇവിടെ ആൽക്കീൻസ് അൺസിമെട്രിക് ആയിട്ടുള്ള ആൽക്കീൻസ് ആണെങ്കിൽ ദ അഡീഷൻ വിൽ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോഫ്സ് റൂൾ. For example, if propene is added with water or propene when undergoes hydration, the product is 2-propanol. Okay. ഇനി അതിൻ്റെ മെക്കാനിസം ഉണ്ട്. 3 സ്റ്റെപ്പുകളിലായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാർബോ കാറ്റയോൺ ഫോമേഷനും, സെക്കൻഡ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓഫ് വാട്ടർ ഓൺ ദാറ്റ് കാർബോ കാറ്റയോൺ, ആൻഡ് ഇൻ സ്റ്റെപ്പ് 3 deprotonation to form an alcohol. Second method is by hydroboration oxidation. അവിടെ വാട്ടർ മോളിക്യൂളിന് പകരം ഡൈബൊറൈൻ ആണ് ആഡ് ചെയ്യുന്നത്. ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. സീ ദാറ്റ്. ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് പ്രൊപ്പാൻ 1-ol. ഇഫ് യു ആർ ടേക്കിംഗ് പ്രൊപ്പീൻ ഫോർ hydroboration oxidation, we will get the product propan 1-ol. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫ്രം കാർബോണിൽ കോമ്പൗണ്ട്സ് ബൈ റിഡക്ഷൻ. മെയിൻലി വിൽ ടേക്ക് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്. ഫസ്റ്റ് വിൽ കൺസിഡർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഓക്കെ, റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആസ് കാറ്റലിസ്റ്റ് വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് ആൽക്കഹോൾസ്. കൂടാതെ മറ്റ് റെഡ്യൂസിങ് ഏജൻസ് ആയ സോഡിയം ബോറോ ഹൈഡ്രൈഡും നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. ഓക്കെ, RCHO plus H2 gives RCH2OH. RCO R dash gives in presence of NaBH4 RCHOH R. Then by reduction of carboxylic acids and esters, അവിടെ 2 methods ആണുള്ളത്. Either we can reduce carboxylic acid directly to corresponding alcohols in presence of lithium aluminum hydride. But there is a single problem there.
lithium aluminum hydride is little bit expensive. So, first we will convert carboxylic acid to corresponding ester by treating with an alcohol and followed by reduction in presence of hydrogen and catalyst. Reduction in presence of hydrogenation in presence of a catalyst forming primary alcohols. Okay. And the third method is Grignard reagent. It is a very important synthetic reagent, very much used for organic compound preparation. See that compound, there is a magnesium part or metal part and a hydrocarbon part. So, both organic and inorganic parts are together in Grignard reagent. So, Grignard reagent when added to the carbonyl part CO, in two steps the reaction takes place. First an adduct is formed, followed by hydrolysis, corresponding OH group is attached. So, we can see separately that reaction. If it is HCHO formaldehyde we are taking for treating with Grignard reagent, we will get the product a primary alcohol. And if any other alcohol other than formaldehyde, we will get a secondary alcohol. And if we are taking a ketone with Grignard reagent, the product will be a tertiary alcohol. Okay. അങ്ങനെ നമുക്ക് ഈ വ്യത്യസ്ത രീതികളിൽ ആൽക്കഹോൾസിനെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് ഫിനോൾസിൻ്റെ പ്രിപ്പറേഷൻ നോക്കാമോ? ഓക്കെ, ഫ്രം ഹാലോ കോമ്പൗണ്ട്സ്, നിങ്ങളിപ്പോൾ പഠിച്ച ചാപ്റ്ററിലെ ഹാലോ കോമ്പൗണ്ട്സിനെ ഉപയോഗിച്ച് നമുക്ക് ഫിനോൾസ് പ്രിപ്പയർ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. We are taking chlorobenzene on fusing with sodium hydroxide, and that condition is very important at about 623 Kelvin and 300 atmosphere. First ONA plus is attached to the benzene ring forming sodium phenoxide, which on acidification forming phenol as the product. Okay. Then from benzene sulfonic acid. Benzene sulfonic acid is also another important compound which is obtained from benzene on treating with oleum. What is oleum? Highly concentrated sulfuric acid. Okay. So, oleum on treating with benzene, and SO3H group gets attached to the benzene ring, and that is benzene sulfonic acid. On treating with NaOH followed by acidification, the product phenol will be obtained. Next method of preparation is from diazonium salts. Another commercially important synthetic agent is diazonium salt, used for the preparation of different organic compounds. So, it is prepared from aniline on treating with sodium nitrite and HCl, and this reaction is known as diazotization reaction. Benzene diazonium chloride is C6H5N2 plus Cl minus. That means an N2 plus Cl minus group gets attached to the benzene ring, followed by warming with water, phenol, N2 and HCl is formed. Okay. And the last method of preparation of phenol is from cumene. Cumene is isopropyl benzene. It is a hydrocarbon with substituent group CH3CH, CH3 to the benzene ring. On oxidation, a compound cumene hydroperoxide is formed. See that two oxygen atoms get attached in between CH. This cumene hydroperoxide on acidification forming phenol and acetone. The speciality of this reaction is that here there are two products, main product is phenol and one more product CH3COCH3 is obtained. What is that? Acetone. So, this second product which is byproduct is also obtained in large scale. So, the same reaction can be used for preparation of both phenol and acetone. Now, let us discuss the properties of alcohols and phenols. A very interesting property of alcohol is that when comparing with other similar compounds, alcohols and phenols have a higher boiling points. In the exam point of view also it is very important. Questions may be asked the reason for that. Okay. The reason is, see that due to intermolecular hydrogen bonding.
That means bond formed between hydrogen and an electronegative atom is hydrogen bond, that we have discussed in first year, isn't it? Okay. Here the bond is between oxygen and hydrogens of different alcohols as well as different phenols. So next important property is alcohols and phenols are soluble in water. Why it is so? That also the reason is tendency to form hydrogen bonds with water. See in the picture. Okay, it is clearly illustrated there. നമുക്കിനി അസൈൻമെൻറ്റ് നോക്കാമോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, സ്ക്രീനിലുണ്ട്. How will you convert 1 formaldehyde to ethanol, aniline to phenol, benzene to phenol? ഓക്കെ, എല്ലാവരും സേഫ് ആയിരിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.